എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ക്രൂശ് സഹിച്ച യേശുവിനെ നോക്കുക എന്നൊരു സന്ദേശമാണ് ഇന്ന് പ്രഭാതത്തിൽ നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടുംബപ്രഭുക്കളെ ആർക്കും എപ്പോഴും നോക്കുവാൻ, ആർക്കും എപ്പോഴും മാതൃകയാക്കുവാൻ, അനുഗമിക്കുവാൻ യോഗ്യൻ ഒരേ ഒരുവൻ മാത്രം. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞാൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർക്കപ്പെട്ട് കഴിഞ്ഞ് സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും. ആകയാൽ നിങ്ങൾ എന്നെ നോക്കുവീൻ, എന്നെ കേൾപ്പീൻ, എന്നെ അനുഗമിപ്പീൻ, എനിക്കായി പോകുവീൻ, പ്രവർത്തിപ്പീൻ. ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്യുകയും നിയോഗങ്ങൾ നൽകുകയും ആഹ്വാനങ്ങൾ നൽകുകയും കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്ത മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി തങ്ങളുടെ വിശ്വാസ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ തങ്ങളുടെ വാഗ്ദത്തത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ, അവരുടെ ലക്ഷ്യത്തിലെത്തുവാൻ ഇടയാകുകയുള്ളൂ. ഒരു വിശ്വാസിക്ക് ഏത് സാഹചര്യത്തിലും നോക്കുവാനും ആശ്രയിക്കുവാനും കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിനോട് സ്വർഗം നിർദ്ദേശിച്ചിരിക്കുന്നതും യേശുവിനെ നോക്കുക എന്നുള്ളതാണ്. പ്രിയരെ, എന്തുകൊണ്ട് ഒരുവൻ യേശുവിനെ നോക്കണം എന്നതിന് ചില കാരണങ്ങൾ തിരുവചനം വെളിപ്പെടുത്തുന്നുണ്ട്. നാം യേശുവിനെ നോക്കേണ്ടതിനുള്ള ഒരു പ്രധാന കാരണം എബ്രായ ലേഖനത്തിൽ ഓർപ്പിക്കുന്നത് തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു എന്നതാണ്. ക്രൂശിനെ സന്തോഷത്തോടെ സഹിച്ചവൻ യേശു മാത്രമാണ്. എപ്രകാരമൊക്കെയാണ് നമ്മുടെ കർത്താവ് ക്രൂശിനെ സഹിച്ചത് എന്നും ഈ ഭാഗത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. 2 കാര്യങ്ങൾ. ഒന്ന്, തൻ്റെ മുൻപിൽ വച്ചിരുന്ന സന്തോഷമോർത്ത്. 2-ാമത്തേത്, അപമാനങ്ങളെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങളാൽ യേശു ക്രൂശിനെ സഹിച്ചു. ആ കാര്യങ്ങൾക്ക് കർത്താവ് അത്രയേറെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ മുൻപിൽ വെച്ചിരുന്ന ആ വലിയ സന്തോഷം എന്തായിരുന്നു? ആ സന്തോഷം തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ക്രൂശിനെ സഹിച്ചെങ്കിലേ ആ സന്തോഷം എനിക്കത് അവകാശമാക്കാൻ കഴിയുള്ളൂ എന്ന് യേശു തിരിച്ചറിഞ്ഞിരുന്നു. ഏതൊരു സന്തോഷത്തിൻ്റെയും പുറകിൽ പ്രിയരെ ചില വേദനകളും കണ്ണുനീരും ദുഃഖവും ഉണ്ട് എന്ന് കർത്താവ് തന്നെ വ്യക്തമാക്കി തന്നിരിക്കുകയാണ്. തിരുവചനം പറയുന്നു, ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞ് വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കൊണ്ട് സന്തോഷം നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലെ വാക്യങ്ങളാണിത്. കർത്താവിൻ്റെ മുൻപിൽ ഉണ്ടായിരുന്ന, കർത്താവിൻ്റെ മുൻപിൽ വെച്ചിരുന്ന ആ വലിയ സന്തോഷത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചിരുന്നു. അതിങ്ങനെയാണ്: എന്നാൽ അവനെ തകർത്തു കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. തീർന്നില്ല. ആ സന്തോഷത്തിൻ്റെ അടുത്ത ഭാഗത്തെക്കുറിച്ചും അവിടെ ഓർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടി അവൻ കൊള്ള പങ്കിടും. അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയും, അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ. യെശയ്യാവ് 53-ന്റെ 10-ഉം 12-ഉം വാക്യങ്ങളാണത്. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന
ലോകത്തിലേക്കും ഏറ്റവും വലിയ വേദന ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ സഹിക്കുന്ന വേദനയാണെന്ന് കേട്ടിട്ടുണ്ട്. കർത്താവും അതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു ഇരട്ട കുഞ്ഞുങ്ങളെ പ്രസവിക്കുമ്പോൾ അനുഭവിക്കുന്ന വേദന കഠിന വേദനയാണെങ്കിൽ അതിനേക്കാൾ കാഠിന്യമുള്ള വേദനയായിരുന്നില്ലേ അനേകം സന്തതികൾക്ക് ജന്മം കൊടുത്ത യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശ് മരണം? യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ കൂടി നൊന്ത് പ്രസവിച്ച സന്തതികളാണ് രക്ഷിക്കപ്പെട്ട വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കൾ. അവരുടെ കൂട്ടമാണ് ദൈവസഭ. 1000 10,000 സന്തതികളെ ജനിപ്പിക്കുമ്പോൾ ലഭിക്കാൻ പോകുന്ന സന്തോഷം തൻ്റെ മുൻപിൽ വച്ചിരിക്കുന്നതിനാൽ കർത്താവായ ക്രിസ്തു തൻ്റെ മുൻപിലുള്ള കഠിന വേദന കൊടുക്കുന്ന ക്രൂശിനെ സന്തോഷത്തോടെ സഹിച്ചു. പ്രിയരെ, നാം നോക്കേണ്ടത് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഉണ്ണിയേശുവിനെ അല്ല, അമ്മയുടെ കയ്യിൽ ഒതുക്കി കൂട്ടി വച്ചിരിക്കുന്ന ഈശോയെയും അല്ല. നാം നോക്കാൻ ദൈവം നിർദ്ദേശിച്ചിരിക്കുന്നത് തനിക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് ക്രൂശിനെ സഹിച്ച അനേക സന്തതികളെ തനിക്ക് മുൻപിൽ കണ്ട് ക്രൂശിനെ സഹിച്ച യേശു ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിൻ്റെ മുൻപിൽ വെച്ചിരുന്ന ആ വലിയ സന്തോഷം നാം ഓരോരുത്തരുമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം ചെയ്യുവാൻ അധരങ്ങളെ ചലിപ്പിച്ചുകൊള്ളുക. അതുകൊണ്ട് കൂടപ്പിറപ്പുകളെ, കാൽവരി ക്രൂശിനെ, അതിൻ്റെ വേദനകളെ, അതിൻ്റെ ദുഃഖങ്ങളെയൊക്കെ സന്തോഷത്തോടെ സഹിച്ച തള്ളയാം യേശു തൻ്റെ ക്രൂശ് മരണത്താൽ നൊന്ത് പ്രസവിച്ച സന്തതികളിൽ ഒരാളായി തീരാൻ കൂടപ്പിറപ്പേ താങ്കൾക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഓരോ ദിവസവും സ്തോത്രം ചെയ്യണം. അല്ല, ഇതുവരെയും ആ ഭാഗ്യാനുഭവത്തിലേക്ക് കടക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് താങ്കൾക്ക് ഈ വചനം കേൾക്കുമ്പോൾ തോന്നുന്നതെങ്കിൽ ഇന്ന് ഈ സമയം യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് വിളിച്ചപേക്ഷിക്കുക. അവൻ്റെ കർത്തൃത്വം നിങ്ങൾ അംഗീകരിക്കുക. അവൻ്റെ സന്തതിയായി തീരുക. ക്രൂശിനെ സന്തോഷത്തോടെ സഹിച്ച യേശുവിനെ നോക്കി യാത്ര ചെയ്യുക. ഞാൻ കർത്താവിന് മുൻപിൽ വെച്ചിരുന്ന സന്തോഷമാണ് എന്നതോർത്ത് നന്ദിയുള്ളവരായി ദൈനംദിനം ജീവിതം നയിക്കുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായി, നല്ല പ്രഭാതത്തിനായി കർത്താവിനെ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അപ്പച്ചാ, ഇന്ന് പകലിൽ ഞങ്ങൾ വായിച്ച് ധ്യാനിച്ച് കേട്ട തിരുവചനത്തിൻ്റെ സന്ദേശം അനുസരിച്ച് ഉള്ള ഒരു ജീവിതം നയിക്കുവാൻ പരിശുദ്ധ പിതാവേ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൂശിനെ സഹിച്ച യേശുവിനെ എപ്പോഴും മുൻപിൽ വയ്ക്കുവാൻ, എപ്പോഴും നോക്കി ഞങ്ങളുടെ ആത്മീയ ജീവിത യാത്ര നയിക്കുവാൻ ഈ വചനത്തിൻ്റെ ശുശ്രൂഷ കേൾക്കുന്ന, അനുഭവിക്കുന്ന ഓരോ ദൈവമക്കൾക്കും ഇടയായി തീരണമേ. ആരെങ്കിലും കർത്താവെ, ഞാൻ ആ സന്തോഷം ആയിരുന്നല്ലോ ഇതുവരെയും, അത് ഞാൻ തിരിച്ചറിഞ്ഞില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ക്രൂശിന് കർത്താവിൻ്റെ മുൻപിൽ വെച്ചിരുന്ന ആ സന്തോഷം ഞാനായിരുന്നു എന്നുള്ള തിരിച്ചറിവിൽ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് അനുഗ്രഹീതമായ ക്രിസ്തീയ ജീവൻ നയിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രാപ്തരാക്കണം. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവ് പൂർണ്ണ സൗഖ്യവും വിടുതലും അനുഗ്രഹങ്ങളും കൽപ്പിച്ച് നിങ്ങളുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പശ്ചാത്തലം കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.